ദൈവം നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തിനായിട്ട് വളർത്തണം. ഒരു കുഞ്ഞ് ഈ ലോകത്ത് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയല്ല ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മൾ ആ കുഞ്ഞിനെ വളർത്തണം. ആ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണവും അവളുടെ ആഗ്രഹങ്ങളും അവൻ്റെ ആഗ്രഹങ്ങളും നമ്മൾ നടത്തി കൊടുക്കുമ്പോൾ ആ കുഞ്ഞ് ദൈവിക പരിപാലനയിൽ ആത്മീയതയിലാണോ വളരുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നമ്മൾ തന്നെയാവണം ഉദാഹരണങ്ങൾ. നമ്മളവരെ കാണിച്ചു കൊടുക്കണം. നമ്മൾ ദൈവത്തെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇമ്പോർട്ടൻസ്, നമ്മൾ പ്രയോറിറ്റി നമ്മുടെ ലൈഫിൽ നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നുണ്ടെന്ന് അത് നമുക്ക് പല വിധത്തിൽ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ ചർച്ചിൽ പ്രത്യേകിച്ച് എവറി സൺഡേ നമ്മൾ ദൈവത്തിന് വേണ്ടി നമ്മൾ പള്ളിയിൽ പോകണം. അതവർക്ക് കാണിച്ചു കൊടുക്കണം. ആ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ ദിവസവും നമ്മുടെ വീടുകളിൽ നമ്മൾ കുടുംബ പ്രാർത്ഥന നമ്മൾ ഉറപ്പായിട്ടും ചൊല്ലിയിരിക്കണം. അതിന് നമ്മളൊരു സമയം നോക്കി വയ്ക്കണം. നമുക്കിഷ്ടമുള്ള സമയത്തല്ല, നമ്മൾ ഒരു സമയത്ത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് നമ്മൾ പറയണം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോ റോസറികൾ ചൊല്ലാനായിട്ട്. അപ്പോൾ അതവരെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കൂടുതൽ ജീവിതത്തിൽ ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ തരണം ചെയ്യാൻ അവർക്ക് ഒത്തിരി സഹായകരമാകും. ചിലപ്പോൾ ഒരു കൊന്തയോ 2 കൊന്തയോ 3 കൊന്തയോ അവരെ കൊണ്ട് പറ്റാവുന്ന വിധത്തിൽ അവരോട് പറയണം എപ്പോഴും പ്രാർത്ഥിക്കാൻ. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും വീട്ടിലോട്ട് കയറുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പറയണം. അത് എപ്പോഴും നെറ്റിയിൽ കുരിശ് വരയ്ക്കാൻ പറയുക. അതുപോലെ നമ്മൾ വാഹനത്തിൽ കയറുമ്പോൾ കുരിശ് വരയ്ക്കുക. ആ വാഹനത്തിന് ഒരു കുരിശൊക്കെ വരച്ച് അവരോട് പ്രാർത്ഥിക്കാൻ പറയുക. പറ്റുമെങ്കിൽ ഒരു നന്മ നിറഞ്ഞ മറിയമേ അവരോട് ചൊല്ലാൻ പറയുക. നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ ആ കുഞ്ഞു മക്കളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അവരുടെ കുഞ്ഞുനാൾ മുതൽ അവരുള്ളിൽ തോന്നും. അവർ വലുതാകും തോറും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കായിട്ടത് ചെയ്യാൻ തുടങ്ങും. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അവർ മറ്റാരെയും വിളിക്കില്ല, അവരാദ്യം വിളിക്കുന്നത് ദൈവത്തിനെയായിരിക്കും. അതുപോലെ തന്നെ പരമാവധി അവധിയുള്ള ദിനങ്ങളിലെല്ലാം അവരെയും കൊണ്ട് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുക. വിശുദ്ധ കുർബാനയുടെ മഹത്വം അവർ മനസ്സിലാക്കുക. കുംഭസാരത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഓരോ വിശുദ്ധ ബലിയും ദൈവം നമുക്ക് വേണ്ടി അർപ്പിക്കുന്നതാണെന്നും ആ വിശുദ്ധ ബലിയിൽ നമ്മൾ അനേകരെ സമർപ്പിക്കേണ്ടതാണെന്നും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ വളർത്തുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടിയായിരിക്കണം, അല്ലാതെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി